ഐ എം ലേണിംഗ്. അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും എക്സാം തുടങ്ങിയില്ലേ? അപ്പൊ മുന്നേ പഠിച്ച പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോടാ? അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടല്ലേ നിങ്ങൾ മറന്നുപോയ ചാപ്റ്റേഴ്സും നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇന്ന് വന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ലഡുവിന്റെയും ജിലേബിയുടെയും യാത്രയാണ് അല്ലേ? ഈ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നന്നായി വളരാൻ എന്നുള്ള പാഠഭാഗത്തായിരുന്നു അല്ലേ ഈ ഒരു കഥ നമ്മൾ പഠിച്ചത്. അപ്പൊ എന്തായിരുന്നു ഈ കഥ എന്ന് ടീച്ചർ വളരെ ചുരുക്കിയിട്ട് മക്കൾക്കൊന്ന് പറഞ്ഞു തരട്ടെ. എന്നാ നിങ്ങൾക്ക് വേഗം എല്ലാം ഓർമ്മിച്ച് വെക്കാലോ അല്ലേ? അപ്പൊ എല്ലാരും റെഡിയാണോ? അപ്പൊ ഇതാണേ നമ്മുടെ ഇത് കടയിലല്ലേ. കടയിൽ എന്ത് ചെയ്യാണ്? നമ്മുടെ ഒരാളിങ്ങനെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്? ആളുടെ പേര് ഗണേശൻ എന്നാണ് കേട്ടോ. അപ്പൊ എന്ത് ഭക്ഷണമാ ഗണേശൻ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത്? പലതരം പലഹാരങ്ങളാണ് ഗണേശൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പല നിറത്തിൽ, പല രൂപത്തിൽ, പല സ്വാദിലൊക്കെ നമ്മുടെ ഗണേശൻ ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലഹാരങ്ങൾ ഭരണിയിലാക്കുന്ന ധൃതിയിലായിരുന്നു ഗണേശൻ. അപ്പൊ നമ്മൾ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യണം? കുപ്പിയിലിട്ട് വെക്കണം അല്ലേ? അപ്പൊ ഭരണി വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പൊ കൂട്ടത്തിലെ 2 വികൃതിക്കാരായിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? ഒരു ലഡുവും ഒരു ജിലേബിയും. അവര് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യണ്ട, ഈ കുപ്പിക്കുള്ളിൽ കയറണ്ട അല്ലെ, ഈ ഭരണീന്റെ അകത്ത് കയറണ്ട, നമുക്ക് നാട് കാണാൻ വേണ്ടിയിട്ട് പോവാ അല്ലെ? ടൂറൊക്കെ പോവാന്നുള്ളത് പോലെ ഇവര് വിചാരിച്ചു നമുക്ക് എന്ത് ചെയ്യാം, നാട് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന്. അങ്ങനെ ലഡുവും ജിലേബിയും നാട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയല്ലേ. അപ്പൊ നാട് കാണാൻ വേണ്ടി ഇവര് റോഡിലൂടെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിലൂടെ പോകുമ്പോ നിങ്ങൾക്കറിയാലേ ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ടാ. അപ്പൊ ആ വാഹനങ്ങളിൽ നിന്നുള്ള ഒക്കെ ചളി ആരുടെ മേത്തായി? ഈ ലഡുവിന്റെയും ജിലേബിയുടെയും മേലെയായി അല്ലെ. അഴുക്ക് പുരണ്ട ജിലേബിയെയും ലഡുവിനെയും ഈച്ചകൾ പൊതിഞ്ഞു അല്ലെ. മധുര പലഹാരങ്ങൾ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് കണ്ട ലഡുവിനും ജിലേബിനെയും അല്ലെ ആരെങ്കിലും വെറുതെ വിടുവോ? കുറെ ഈച്ചകൾ അല്ലെ ഇവരുടെ മേലെ പൊതിഞ്ഞു. അപ്പോഴോ എന്നിട്ട് അവരെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് തിരിച്ചെന്ത് ചെയ്തു? ഭരണിയുടെ അടുത്ത് തന്നെ എത്തിയല്ലേ. പക്ഷേ ഭരണിക്കുള്ളിലുള്ള മറ്റു ലഡുവും ജിലേബിയും എന്ത് ചെയ്തില്ല? അവരെ അങ്ങോട്ട് കയറാൻ സമ്മതിച്ചില്ല അല്ലെ. ഒരു കേടായ ലഡു, ഒരു കേടായ ജിലേബിയും നല്ല ആളുകളുടെ കൂടെ ഇരുന്നാൽ അവരും കൂടെ കേടായി പോകത്തില്ലേ? അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾ ഇവരെ കയറാൻ വേണ്ടിയിട്ട് സമ്മതിച്ചേയില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? നിങ്ങൾ കയറണ്ട. അപ്പോഴാണ് മധുരിമ എന്ന് പറഞ്ഞ ഒരു കുട്ടി അവിടെ എത്തിയത് അല്ലെ. നല്ല മധുരമുള്ള പേരാണ് അല്ലെ, മധുരിമ. അഴുക്ക് പുരണ്ട ലഡുവും ജിലേബിയും എന്ത് ചെയ്തു? അപ്പൊ മധുരിമ കണ്ടു അല്ലെ. അപ്പൊ ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒരു കേടായ ലഡുവും ജിലേബിയും ഇരിക്കുന്നല്ലേ, ദൂരേക്ക് കളയാന്ന് വിചാരിച്ച മധുരിമ അത് എന്ത് ചെയ്തു? കുഴിയിലേക്ക് ഒരൊറ്റയേറ അല്ലെ. അപ്പോഴാണ് മരക്കൊമ്പിൽ തക്കം പാർത്തിരുന്ന ഒരു കാക്ക അത് കാണുന്നത് അല്ലെ. കാക്കയ്ക്ക് സന്തോഷമായി, ലഡുവും ജിലേബിയല്ലേ കിട്ടിയത്. കാക്ക തക്കം പാത്ത് നിന്നിട്ടുണ്ടായിരുന്ന ആ കാക്ക എന്ത് ചെയ്തു? ആ ലഡുവും ജിലേബിയും എടുത്തിട്ട് പറന്നു പോലെ അല്ലേ. അപ്പം വികൃതി കാണിച്ച ലഡുവിന്റെ ജിലേബിയുടെ അവസ്ഥ എന്തായി? അവര് പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടല്ലേ അവരെ കാക്ക തിന്നു കളഞ്ഞു അല്ലെ. അപ്പൊ എല്ലാവർക്കും ഈ കഥ ഓർമ്മയില്ലേ? യെസ്, ഈ കഥ മറക്കരുത്. നമ്മൾക്കിത് പല സ്ഥലങ്ങളിലും ആവശ്യം ഉണ്ടാവും അല്ലെ പരീക്ഷയ്ക്ക്. അപ്പൊ എല്ലാരും ഈ കഥ ഓർത്ത് വെക്കാം. ഓക്കെ, റെഡിയാണോ? അപ്പൊ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ഇതുപോലത്തെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ടീച്ചേഴ്സ് വീണ്ടും വരാട്ടോ. ബൈ.